ഹലോ ഗേയ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്നിവിടെ ആഗസ്റ്റ് 15 ചെറുപയർ കൊണ്ടൊരു പായസം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. ചെറുപയറും അരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അതിനായിട്ട് നമുക്ക് ചെറുപയറൊക്കെ എടുക്കാം. ചെറുപയറൊക്കെ എടുത്തിട്ട് പച്ചരി വീട്ടിലുണ്ടെങ്കിൽ പച്ചരി, ശർക്കര, കുറച്ച് തേങ്ങാപ്പാലും ഇത്ര മതി കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് തുടങ്ങിയാലോ? അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് ചെറുപയർ, ഒരു കപ്പ് പച്ചരി. അപ്പോൾ നെയ്ച്ചോറ്റിൻ്റെ അരി, കൈമ റൈസിൻ്റെ അരി ആയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഉണങ്ങല്ല അരി ഉണ്ടെങ്കിൽ എടുത്തോളി, പച്ചരിയും പറ്റും. നമുക്ക് ചെറുപയറൊക്കെ ഒന്നേ ചട്ടിയിലിട്ടൊന്ന് വറുത്തിട്ടേ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടോ. ചെറുപയറിൻ്റെ പരിപ്പുണ്ടെങ്കിൽ പരിപ്പെടുത്താലും മതി. ഇപ്പോൾ ഇവിടെ ചെറുപയറായിരുന്നു, അപ്പോൾ ഞാനതൊന്ന് വറുത്തിട്ട് മിക്സിയിലൊന്ന് ഒറ്റ വട്ടം അങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. വല്ലാതെ അടിച്ചാൽ പൊടിഞ്ഞു പോകും. ആ തൊലി ഒന്നിന് പോകാൻ മാത്രം പാകത്തിന് എടുത്താൽ മതി കേട്ടോ. അതൊക്കെ ചട്ടിയിലിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ടേ ഒന്ന് നല്ലോണം ചൂടായി ഇങ്ങോട്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഒന്നിങ്ങനെ കടുമുടുവാനാണ്. അപ്പോൾ ഞാൻ ശർക്കരയൊക്കെ ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചളിയൊക്കെ ഒന്ന് ഇപ്പോൾ ശർക്കര ഒന്ന് ഉരുക്കിങ്ങാണ്ടേ ഒന്ന് അരിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇത് ചളിയൊന്നും പോവില്ല. നമുക്ക് ചെറുപയറിൻ്റെ പരിപ്പൊക്കെ ഒന്ന് കഴുകി എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പോയിക്കോളും. അങ്ങനെ ഗേസ് നമ്മൾ ചെറുപയറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെക്കാൻ നോക്കാം. അതിന് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ ആദ്യം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ. 2 ഗ്ലാസ്, 1 ഗ്ലാസ് ചെറുപയറും 1 ഗ്ലാസ് പച്ചരിയല്ലേ, അപ്പോൾ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അതാണ് ഇതിൻ്റെ ഒരു പാകം. കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. കുക്കറിൽ വെച്ച വേഗം വെച്ചിട്ടാണ് ഞാൻ ചട്ടിയിൽ വെച്ചത്. അങ്ങനെ ഗേസ് നമ്മൾ വെള്ളത്തേക്ക് നമ്മൾ പച്ചരിയൊക്കെ ആദ്യം ഇട്ട് കൊടുത്തിട്ട് പച്ചരി ഒന്ന് വേകട്ടെ. കുറച്ച് തേങ്ങാപ്പാലിൻ്റെ 2ാം പാലിൽ പറഞ്ഞിട്ട് അതിൽ വേവിച്ചണം കേട്ടോ. 2ാം പാൽ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പച്ചരിയൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഗേസ് നമ്മുടെ പച്ചരി ഒന്ന് അടുപ്പത്ത് വെച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ കഴുകി വെച്ച ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചങ്ങാണ്ടേ, പച്ചവെള്ളം പാരരുത്. കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ട്, അപ്പോൾ ലേശം തിളപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് കടന്ന് വേകണമല്ലോ ഇതിൽ. ഇനി നമുക്കിത് അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പിനുള്ളൂ വറുക്കണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിലും മുന്തിരിങ്ങ വേണമെങ്കിലൊക്കെ വറുത്തെടുക്കാം കേട്ടോ. വെറും അണ്ടിപ്പരിപ്പ് ഇട്ടാലും നല്ലൊരു ടേസ്റ്റാണ്. അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്ത് വെക്കുക. അത് വെന്ത് വരുമ്പോൾ തന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ കേസ് നമ്മുടെ പായസത്തിൻ്റെ അരിയും ചെറുപയറൊക്കെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഒക്കെ വറ്റി ശരിയായിട്ടുണ്ടോ, പാകത്തെ വകയ്ക്കും. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ശർക്കരപ്പാനി ഉരുക്കിങ്ങാണ്ട് അരിച്ച് വെച്ചതാട്ടോ. ശർക്കരപ്പാനി വെച്ചിട്ട് അതിൽ കടന്നിട്ട് കുറച്ച് നേരം ഒന്ന് വേകട്ടെ. ഒന്ന് തിളച്ച് ശർക്കരപ്പാനിയും പച്ചരിയും ചെറുപയറും ഒക്കെ ഒന്നും ജോയിൻ്റ് ആകാൻ ഒന്ന് വെന്ത് വരട്ടോ. അങ്ങനെ ഗേസ് നമുക്കിനി അതൊക്കെ ഒന്ന് തിളച്ച് റെഡിയാകുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ വല്ലാതെ തിളക്കണ്ട. ആദ്യം 1ാം പാൽ, 2ാം പാലിൽ നമ്മൾ വേവിച്ചതല്ലേ, ഇനി 1ാം പാലും ഒഴിച്ച് കൊടുക്കാം. മധുരമല്ലെങ്കിൽ കുറച്ചും കൂടി ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അങ്ങനെ അതൊക്കെ തിളച്ചിങ്ങനെ വരുമ്പോഴേ കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 5-6 ഏലക്കായ ഇട്ട് കൊടുക്കാം. അങ്ങനെ കേസിന് നമ്മളെ പാൽ 1ാം പാലും കൂടിയാണ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളച്ചാൽ നമ്മളെ പായസം റെഡി ആയി. അടിപൊളി പായസമാണ്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ചെറുപയറും പച്ചരിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി. അടിപൊളി ടേസ്റ്റാണ്. സദ്യക്കൊക്കെ ഉണ്ടാക്കണം അതേ പായസത്തിൻ്റെ കേട്ടോ. അണ്ടിപ്പരിപ്പ് അങ്ങനെ വറുത്തിട്ടേ കുടിച്ചാൽ എന്താക്കണം ടേസ്റ്റ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. അതല്ലേ നല്ല രസമുണ്ട് ഉണ്ടാക്കിയിട്ട്. ഗ്ലാസ്സിലൊഴിച്ചാൽ കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ലതാണ്. അടുത്ത വീഡിയോയുമായി വരോളം താങ്ക് യു ഫോർ വാച്ച്.